ഹലോ ഫ്രണ്ട്സ്, എന്തുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നലെ പെയ്ത മഴയത്ത് നമുക്ക് 4 വരാലിനെ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ ക്ലീൻ ആക്കണം. എന്നിട്ടത് നാടൻ സ്റ്റൈലിലുള്ളൊരു കറി, അതാവണം നമ്മുടെ ഇന്നത്തെ പുളി ഇഞ്ചിയുടെ സ്പെഷ്യൽ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് 2-2.5 മണിക്കൂർ എടുത്തിട്ട് ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്ത് അതിന് വേണ്ട സാധനങ്ങളെല്ലാം വെച്ചിട്ട് നമ്മൾ ചട്ടി അടപ്പയിൽ വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക്, പിന്നെ ഉലുവ, ഈ കാര്യങ്ങളെല്ലാം ഇട്ട് നമ്മളങ്ങ് പൊട്ടിച്ചു. പൊട്ടിച്ചതിന് ശേഷം നമ്മളതിനകത്തേക്ക് അപ്പോൾ ഉലുവയും ഇതെല്ലാം ഇട്ടതിന് ശേഷം നമ്മളതിനകത്തേക്ക് നല്ല ചെറിയ ഉള്ളിയാണ് ഇടുന്നത്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരാൽ കറിക്ക് ഏറ്റവും നല്ലത് ഉള്ളിയാണ്. ആ ഉള്ളി ഇട്ട് അതിൻ്റെ കൂടെ മുളകും വേപ്പിലയും കാര്യങ്ങളെല്ലാം ഇട്ട് നമ്മളെന്ത് ചെയ്തു, അതൊക്കെ ഒന്നൊരു ഗോൾഡൻ ബ്രൗൺ ആകും വരേക്കും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യണം. അപ്പോൾ വരാൽ വെക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്തുള്ള അഴുക്കും അതിനൊരു ഉളുമ്പുണ്ടാവും. ആ ഉളുമ്പ് നമ്മൾ തേച്ചൊരച്ച് കളയണം. അതിനാണ് ഏകദേശം 2-2.5 മണിക്കൂർ എടുത്തത്. തക്കാളി ഇടുമ്പോൾ നമുക്ക് വിനാഗിരി ഒഴിവാക്കാം. അപ്പോൾ ആ ഒരു പുളിയും കിട്ടും, ആ ഒരു തക്കാളിയുടെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് മുന്നിൽ നിൽക്കുകയും ചെയ്യും. അപ്പോൾ വരാൽ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പുളികളെല്ലാം കറക്റ്റായിരിക്കണം, മസാലയും കറക്റ്റായിരിക്കണം. മുളക് പൊടിയും മഞ്ഞൾ പൊടിയും മല്ലിപ്പൊടിയൊക്കെ നമ്മൾ ഇടുന്നത് അത് കറക്റ്റായിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വരാലിൻ്റെ ആ ടേസ്റ്റ് നമുക്ക് കിട്ടുകയില്ല. അപ്പോൾ മാക്സിമം മസാലയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വേണം നമ്മൾ ഇടാനായിട്ട്. അതിട്ട് ഇത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഉപകാരമുള്ളൊരു മീനാണ്. കൂടാതെ നമ്മുടെ ശരീരത്തിന് വയറിനകത്തുള്ള എന്തെങ്കിലും ഒരു മുറിവോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കൂടിച്ചേരാനായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു മീനാണ് വരാലെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, കുടംപുളി ഇട്ടു. ഈ കുടംപുളി നമ്മൾ എന്നാ ചെയ്തത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആദ്യം ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം ഉൾപ്പെടെ ഇട്ട്, അതാകുന്ന നേരത്ത് പെട്ടെന്ന് നമുക്ക് വരാലിൽ പിടിക്കും. ആ വരാലിൽ പിടിക്കും. സാധാരണ നമ്മൾ കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2-3 ദിവസമൊക്കെ, ഒരു ദിവസം വെക്കണ്ടേ. ഇതാവും അതൊന്നുമില്ല, ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് എടുത്ത് കഴിക്കാം. അപ്പോൾ ആ മീനിലേക്ക് ആ പുളിയെല്ലാം നല്ല പ്രോപ്പറായിട്ട് പിടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ആ വരാലിലേക്ക്, ആ തിളച്ചേക്കുന്ന കറിയിലേക്ക് നമ്മൾ ആ വരാലെല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് കയ്യിലുകൊണ്ടൊന്ന് ഒതുക്കി എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ കറക്റ്റ് ഒരു സ്മെല്ല് കിട്ടി തുടങ്ങും. ആ സ്മെല്ല് കിട്ടിക്കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒരു വേപ്പിലേക്ക് ഇട്ടിട്ട് എടുത്തൊന്ന് കഴിച്ചു നോക്കും. ഒന്നും പറയാനില്ല, പൊളിയാൻ. വീഡിയോ ഇഷ്ടമായെങ്കിലേ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ഒന്ന് കമൻറ്റ് ഇട്ടേര് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ.